ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാന ബജറ്റിൽ പെൻഷൻ വർധനവ് പ്രതീക്ഷിച്ചിരുന്ന ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റൊരറിയിപ്പാണ് എത്തുന്നത്. അതായത് പെൻഷൻ പരിശോധനകൾ ആരംഭിക്കുകയാണ്. സോഷ്യൽ ഓഡിറ്റ് നടത്തി അനർഹരെ കണ്ടെത്തി അവരെ പുറത്താക്കുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. മാർച്ച് മുതലായിരിക്കും ഇതിന്റെ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുക. ഉദ്യോഗസ്ഥർ വീടുകളിൽ നേരിട്ടെത്തി ഭൗതിക നിലവാരം പരിശോധിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ടാകും. മുൻപ് പെൻഷൻ അപേക്ഷ വയ്ക്കുമ്പോഴൊക്കെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ ഫോൺ വഴിയൊക്കെ കോൺടാക്ട് ചെയ്തോ അത്തരത്തിലുള്ള ചെറിയ അന്വേഷണങ്ങളിലൂടെയായിരുന്നു ഇത് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കാത്ത അന്വേഷണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നിരവധി അനർഹർ പദ്ധതിയിൽ കയറിക്കൂടിയതെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. അതിനാൽ തന്നെ നേരിട്ടുള്ള പരിശോധന നടത്തണമെന്ന നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തുന്നത്. ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവരുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ എത്തും. ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. അതായത് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീട് സ്വന്തം പേരിലുള്ള ുള്ളവർക്കോ പെൻഷൻ വാങ്ങാൻ അർഹതയില്ല. അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് വീടോ ഫ്ലോറിംഗ് ടൈൽ പാകിയതോ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളൊക്കെ പരിശോധന വിധേയമാക്കും. ഇത്തരത്തിലുള്ളവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. സാമ്പത്തിക പശ്ചാത്തലം ഉയർന്നതാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കും. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട് 2000 സ്ക്വയർ ഫീറ്റിന് താഴെയാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിൽ AC ഉണ്ടെങ്കിൽ അത് ആഡംബരമായി കണ്ട് പദ്ധതിയിൽ നിന്ന് പുറത്താക്കും. കൂടാതെ 2 ഏക്കറോ അതിൽ കൂടുതലോ ഭൂമിയോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്വകാര്യ ആവശ്യത്തിനായി 4 ചക്ര വാഹനം ഉണ്ടെങ്കിലോ ഒക്കെ അവരെയും പദ്ധതിയിൽ നിന്ന് പുറത്താക്കും. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വരുമാന സർട്ടിഫിക്കറ്റ് കൂടി ഈ വർഷം മുതൽ സർക്കാർ ആവശ്യപ്പെട്ടേക്കാം. 1 ലക്ഷത്തിൽ കൂടുതലാണ് നിങ്ങളുടെ വാർഷിക വരുമാനമെങ്കിൽ അവരെയും പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ ഈ മാനദണ്ഡങ്ങളാണ് പ്രധാനമായും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി അനർഹരായവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകയും അർഹരായവർക്ക് പെൻഷൻ ആനുകൂല്യം ഉറപ്പാക്കുകയും ചെയ്യുന്നതായിരിക്കും. നിലവിൽ പരിശോധനകളൊന്നും ആരംഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വന്നാലുടൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.